വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. കുവൈത്തിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച പൊടിക്കാറ്റിന് ശമനമില്ല. ഇപ്പോഴും പൊടിക്കാറ്റ് തുടരുകയാണ്. ആഞ്ഞു വീശിയ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്നു. വീശിയടിക്കുന്ന കാറ്റ് പലയിടത്തും മലയാളികളടക്കമുള്ള ജനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചു. കുവൈത്തിൽ കാലാവസ്ഥയിൽ അസ്ഥിരത. ഈ അവസ്ഥ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ തുടരും. ഞായറാഴ്ച രാവിലെ ശക്തമായ കാറ്റിന് പിറകെ തിങ്കളാഴ്ച വൈകുന്നേരവും രാജ്യത്ത് കനത്ത കാറ്റിന് സാക്ഷിയായി. ആഞ്ഞു വീശിയ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്ന് അന്തരീക്ഷത്തിൽ മൂടി. ഇത് വാഹനങ്ങളുടെ ഗതാഗതത്തെ ബാധിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ രാജ്യത്ത് അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ദരാർ അൽ അലി വ്യക്തമാക്കി. ഇടവിട്ടുള്ള കാറ്റും ചാറ്റൽ മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഭൂപടങ്ങൾ സൂചിപ്പിക്കുന്നു. ഞായറാഴ്ച രാത്രി കുവൈറ്റിൽ ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയിരുന്നു. രാത്രി 10 ആരംഭിച്ച കാറ്റ് ജനങ്ങളെ ദുരിതത്തിലാക്കി. മണിക്കൂറിൽ ശരാശരി 70 കിലോമീറ്റർ കൂടുതൽ വേഗതയിലാണ് കാറ്റ് വീശിയത്. രാജ്യത്തെ ബാധിച്ച അസാധാരണമായ കാലാവസ്ഥ കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി എയർ നാവിഗേഷൻ വകുപ്പ് ഡയറക്ടർ ദാവൂദ് അൽ ജറ വ്യക്തമാക്കി. വ്യോമഗതാഗതത്തിന്റെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണ് നടപടികൾ.